കേക്കിലെ മലയാളം റൈറ്റിംഗ് ചില സമയങ്ങളിൽ വളരെ സിമ്പിളായിട്ട് തോന്നാറുണ്ടെങ്കിലും മറ്റ് ചില സമയങ്ങളിൽ നമുക്ക് വളരെ ടഫായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അതിനൊക്കെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ക്രീം ഉണ്ടല്ലോ, ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആട്ടോ. കുറച്ച് ഫ്ലോയിങ് ആയിട്ടുള്ളതാണ് എങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് ഒന്ന് തിക്കായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്ലോയിങ് പോയി കഴിഞ്ഞാൽ മുറിഞ്ഞു പോകുമെന്ന് പറയത്തില്ലേ, അതേപോലെ മുറിഞ്ഞു പോയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ആ എഴുതുന്നത് കട്ടായി പോകാറുണ്ട്. ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് ഫുള്ള് സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിട്ടെഴുതാൻ പറ്റും. പക്ഷേ മലയാള റൈറ്റിംഗ് ആണെങ്കിൽ ഫുള്ള് ഫ്ലോയിങ് ആയതുകൊണ്ട് തന്നെ ഒന്ന് എഴുതിയിട്ട് അവസാനിപ്പിക്കാൻ കുറച്ച് പാടായതുകൊണ്ട് തന്നെ കുറച്ച് ടഫാട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ശ്രുതി ചേച്ചിയായിരുന്നു കേട്ടോ. കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി തന്നൊരു ഓർഡർ ആയിരുന്നു. 2 കേക്ക് ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ പിറന്നാളിന് കട്ട് ചെയ്യാനൊരു കേക്കും അതേപോലെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്കും ആയിരുന്നു കേട്ടോ. പിറന്നാളിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്കിൽ മലയാളം റൈറ്റിങ്ങും ബർത്ത്ഡേക്ക് കട്ട് ചെയ്യാനുള്ള കേക്കിൽ ഇംഗ്ലീഷ് റൈറ്റിങ്ങും ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ചെറിയൊരു സ്പൈഡർമാൻ്റെ പിക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.